ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു മനസ്ഥിതി പല ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് നമ്മളൊന്ന് സംസാരിച്ചാൽ അവർ ഈ ലഹരി ഉപയോഗിച്ചിരുന്ന സമയത്ത് അവരനുഭവിച്ച മാനസിക ടെൻഷൻ, അതെ. കുടുംബത്തിൽ അനുഭവിച്ച ആ ഒരു ഏകാന്തത, ഒരു ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അല്ലാത്ത മുഴുവൻ സമയം അവരെന്താണ് ഫുൾ മനസ്സ് നീറ്റലും വേദനയായിട്ട് പോവുകയാണെന്നുള്ളത്. ഒരാൾ പറഞ്ഞത്, ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയത് എൻ്റെ പെൺകുട്ടികൾക്ക് കല്യാണം വരാത്തതിൻ്റെ പേരിലായിരുന്നു. പ്രായപൂർത്തി എത്തിയിട്ട് കുറച്ച് പ്രായമായ ഒരാളാണ്, എത്തിയിട്ടും വിവാഹത്തിലേക്ക് അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ആ സങ്കടം കൊണ്ട് ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ആ സങ്കടം എനിക്ക് മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. ആ ടെൻഷൻ ഇതാണ്, മക്കളുടെ കല്യാണം പ്രായത്തിയിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പറയുന്നത് ആ ഒരു അന്ന് തുടക്കം കുറിച്ചത് ഇന്നേ വരെ പിന്നെ എനിക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സ് ഇപ്പോൾ മക്കളെ വിവാഹം കഴിഞ്ഞു, പക്ഷെ മക്കളെ വിവാഹം കഴിഞ്ഞതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് കഴിയാത്തതോ ആയിരുന്നില്ല എൻ്റെ ടെൻഷൻ. ഞാൻ ഈ ചെയ്യുന്ന തെറ്റ് ഇനി എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നും പിന്മാറിപ്പോരെ, എങ്ങനെയാണ് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ വലിയ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു രഹസ്യമായി ഒരു പേഴ്സണൽ സംസാരം അവരായിട്ട് നടത്തുമ്പോൾ അവർ പറയുക, ജീവിതത്തിൽ ഒരാളും ഇതുപോലുള്ളൊരു ദുരന്തത്തിലേക്ക് എത്തരുതേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ മദ്യപാനിയായ ഒരാൾ ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയണത്, ഈ മദ്യപിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് അന്ന് ഇടപെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മോള് അന്ന് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ കുട്ടി നന്നായി പഠിക്കുന്നൊരു കുട്ടി ഒരു ദിവസം പുസ്തകമൊന്നും ഇല്ലാതെ ക്ലാസ്സിൽ വന്ന് ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വിളിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, വീട്ടിലെ അവസ്ഥയൊക്കെ ഈ രൂപത്തിലാണുള്ളത്, എങ്ങനെയാണ് സാർ ഞാൻ വായിക്കുക, എനിക്കിനി പഠിക്കാൻ കഴിയില്ല, ഞാൻ ഈ സ്കൂൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ. അപ്പോൾ ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കാം, ഒന്ന് സംസാരിക്കാം. അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കാ സമയത്ത് എന്തോ, അച്ഛനെ സാറേ സ്വബോധത്തിലുള്ളൊരു സമയമേ ഉണ്ടാവാറില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു, ഒരു കൂലിപ്പണിക്ക് വേണ്ടിയിട്ട് പോയ ആ ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് എനിക്ക് എന്തായാലും വരാൻ കഴിയില്ല, ഞാൻ നാളെ രാവിലെ വരാം സാറേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് പിറ്റേ ദിവസം അയാൾ പറഞ്ഞ പോലെ തന്നെ വന്നു അവിടെ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെ, അത് നിർത്തണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഭയങ്കര ഇതാണ്, പക്ഷേ ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് വീട്ടുകാർക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങളെന്താ ഇപ്പോൾ എന്നെ വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവൾ വളരെ സങ്കടപ്പെട്ട് പല കാര്യങ്ങളും, നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്, ഇപ്രാവശ്യം SSLC പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്, പക്ഷേ ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ അവൾ പരീക്ഷ എഴുതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെയാണ്. അതിൽ ഇയാൾ വീണ്ടും ന്യായീകരിച്ചപ്പോൾ ഞാൻ പറയും, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളീ കുടിക്കുന്ന മദ്യം നിങ്ങൾ പറഞ്ഞതുപോലെ നല്ല കാര്യത്തിനാണ്, നിങ്ങൾക്കൊരു ഊർജ്ജം കിട്ടാനെന്ന് പറയും. ഇന്ന് മുതൽ രാത്രി നിങ്ങളുടെ മോൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടി 7ാം ക്ലാസ്സിൽ, അന്ന് UP ക്ലാസ്സിൽ ഏതോ ക്ലാസ്സിൽ പഠിക്കും, അവൾക്ക് കൂടി നിങ്ങൾ വീട്ടിലെല്ലാവർക്കും കുടിക്കാനുള്ളൊരു സൗകര്യം നിങ്ങൾ ഒരുക്കുകയും പഠിക്കാൻ അവർക്ക് നല്ല ആവേശവും ഉന്മേഷവും കിട്ടുമല്ലോ. നിങ്ങൾ പറയുന്ന അതേ ഉന്മേഷം പഠിക്കാൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും അതിൽ ഇയാൾ അതുവരെ എൻ്റെ കണ്ണിലേക്ക് നോക്കി അദ്ദേഹം വേഗം തലങ്ങൾ താഴ്ത്താണ് ചെയ്യുന്നത്. ഒരു കുറച്ച് സമയം അദ്ദേഹം ഒന്നും മിണ്ടില്ല, ഞാനൊന്നും മിണ്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ നിങ്ങളൊന്നും പറയാത്തത്, നിങ്ങൾ ചെയ്യുന്ന ഒരു ധീരകൃത്യമാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നല്ലൊരു കാര്യം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കൾ അത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭാര്യയോ ഇത് ഉപയോഗിക്കരുത് എന്ന് നിങ്ങളുടെ മനസ്സ് പറയണത്, അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറയണത്? അത് തന്നെയാണ് സാറേ. പിന്നീട് അദ്ദേഹത്തിന് ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയും വളരെ നല്ല രൂപത്തിൽ ഇപ്പോഴും അദ്ദേഹം നല്ല ഉഷാറായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിലൊക്കെ കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും, ഈവൻ ഇപ്പോൾ നമ്മൾ ലഹരിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സ്മോക്കിംഗ് ആണ്, പുകവലിയാണെങ്കിൽ പോലും സ്വന്തം മക്കൾ പുകവലിക്കുന്നത് കാണാൻ ഒരു രക്ഷിതാവും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം അല്ലേ, ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത് തിന്മ എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ ആരും ഇതിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ അല്ലേ. ഒരു മദ്യപാനിയാവട്ടെ, ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാവട്ടെ, തങ്ങളുടെ മക്കളോ കുടുംബത്തിലോ ആരെങ്കിലും ഇത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ പറയുന്നതിൻ്റെ എല്ലാ ന്യായവും നമുക്ക് വിട്ടുകൊടുക്കരുത്. പക്ഷെ അതെല്ലാവരും പറയുന്നത് എന്താണ്, ഒരിക്കലും ഇതുപോലെയുള്ളൊരു ഉപയോഗം എൻ്റെ കുടുംബത്തിൽ നിന്നല്ല, ലോകത്ത് തന്നെ ആരും വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഈ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ള ചോദ്യം മാത്രം മതി അതിലേക്ക് എത്താതിരിക്കാനും എത്തിയ ആളുകൾക്ക് പിന്മാറാനുള്ളൊരു പരിഹാരം എന്നാണ് നമുക്ക് പറയാനുള്ളത്.